ഈ SFIOയുടെ അന്വേഷണം ആ ഉത്തരവ് ക്വാഷ് ചെയ്യണമെന്നാണ് ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്. ഇവർ കമ്പനി നിയമത്തിൻ്റെ ചട്ടങ്ങളും വകുപ്പുകളും വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, 447 പ്രകാരം ഒഫൻസ്, അതായത് ഈ കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന് പറയുന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് ഒരു വസ്തുതാപരമായ കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഒരു കേസിലും കുറ്റത്തിന് ആരോപണ വിധേയനായിരിക്കുന്ന വ്യക്തിയെ ആദ്യം പോയി കണ്ട് അനുമതി വാങ്ങിച്ച ശേഷമല്ല അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഇവിടെ അതിനുള്ള അവസരങ്ങളെല്ലാം അനിതസാധാരണമായ രീതിയിൽ കൈവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, കമ്പനി നിയമത്തിൻ്റെ ഇപ്പം 210 വകുപ്പ് അനുസരിച്ചാണ് ആദ്യം ROCയെ വെച്ച് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണം നടത്തിയത് പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണ റിപ്പോർട്ട് വഴി പുറത്തു വന്നത് കമ്പനി നിയമത്തിൻ്റെ ഒട്ടുമിക്ക വകുപ്പുകളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിഗുരുതരമായിട്ടുള്ള, കമ്പനി ഡോർമെൻ്റായി എന്ന് പറഞ്ഞിട്ട് ഫോൾസ് എവിഡൻസ് വരെയും സമർപ്പിച്ചു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഫൈൻഡിങ്സാണ് അവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ റെക്കോർഡ്സൊക്കെ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ വരും. ഒരു ഹൈക്കോടതിക്കും ഇടപെടാൻ കഴിയാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഫൈൻഡിങ്സാണ് ROCയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ROCയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ SFIO കേസ് അന്വേഷിക്കുന്നതെന്ന്. 210 പ്രകാരമുള്ള പൊതുതാൽപര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന് പുറമെയാണ് ഈ 212 പ്രകാരം SFIO എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഏജൻസി. അപ്പോൾ അങ്ങനെ SFIOയെ അന്വേഷണം ഏർപ്പെടുത്തുമ്പോൾ എന്തിനങ്ങനെയും പോയി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് അവർക്ക് കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഈ 212 പ്രകാരം SFIOയ്ക്ക് അന്വേഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം, ദാറ്റ് ഈസ് വിതൗട്ട് പ്രിജുഡിസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 210. അതായത് 210 പ്രകാരം ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാലും SFIOയ്ക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് ഏറ്റെടുക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഈ 210 പ്രകാരമുള്ള അന്വേഷണത്തിൽ കണ്ടത് 447 വകുപ്പ്, അതായത് കോർപ്പറേറ്റ് ഫ്രോഡ് കാണിച്ചു ഇവർ എന്നുള്ള കാറ്റഗോറിക്കലായിട്ടുള്ള ഫൈൻഡിംഗ് ആണ്. ആ ഫൈൻഡിങ്ങിനെ കുറിച്ച് ക്രിമിനൽ നിയമപ്രകാരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനോ അറസ്റ്റ് ചെയ്യുവാനോ അധികാരമുള്ള ഏജൻസിയാണ് SFIO. അപ്പോൾ 210 പ്രകാരമുള്ള അന്വേഷണം തുടങ്ങി അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 212 പ്രകാരമുള്ള SFIO അന്വേഷണം തുടങ്ങുവാൻ കഴിയും. അത് മാത്രമല്ല, 210 പ്രകാരം ROCയുടെ ഉത്തരവ് കൊടുത്തത് അത് പൊതുതാൽപര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേ പൊതുതാൽപര്യമാണ് 212 പ്രകാരം SFIOയുടെ അന്വേഷണത്തിന് നിദാനമായിട്ട് വരാൻ കഴിയുന്ന ഗ്രൗണ്ടുകളിലൊന്ന്. അപ്പോൾ ഈ ROCയുടെ ഇത്ര വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്ന കാറ്റഗോറിക്കലായിട്ടുള്ള ഫൈൻഡിങ്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ള രേഖകൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFIOയുടെ അന്വേഷണം 212 പ്രകാരം കമൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി നടപടിയെ ഇങ്ങനെ തടയാൻ കഴിയുമെന്നൊക്കെ വിചാരിക്കുന്നത് നിയമത്തിൽ ആത്യന്തികമായിട്ട് അത് അനുവദനീയമല്ല. ഒരു പക്ഷേ ഇപ്പം സമയം പർച്ചേസ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും. അതൊക്കെ വളരെ ഫോൾസ് എക്സ്പെക്റ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇല്യൂസറി എക്സ്പെക്റ്റേഷൻസ് ആണ്. കാരണം ഈ സ്റ്റാറ്റ്യൂട്ടറി അധികാരപ്രകാരം ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ വെൽ ഫൗണ്ടഡ് ആണ്, വളരെ ലോഫുള്ളായിട്ടുള്ള പ്രൊസീജിയറാണ്. ROCയുടെ ഫൈൻഡിങ് വന്നിട്ടുണ്ട് 447 പ്രകാരം കേസ് എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു തരത്തിലും ഹൈക്കോടതിക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല. ഹൈക്കോടതി ഇടപെട്ടൊരു ഉത്തരവ് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും കോടതി മിസ്ഗൈഡ് ചെയ്യപ്പെടുകയോ ഒരു തെറ്റായിട്ടുള്ള ഒരു കോർട്ട് ഓഫ് ലോ ആണ്, തെറ്റായിട്ടുള്ള ഒരു നിഗമനത്തിൽ ഒരു പക്ഷേ എത്തിച്ചെന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ സംഭവിക്കുന്നത് അടുത്ത ദിവസം സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഒബ്സർവേഷൻ പോലെയല്ല, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയി കഴിഞ്ഞാൽ അത് ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നിരീക്ഷണം നടത്തുവാനും ഇതിൻ്റെ ഗൗരവം അതിൻ്റെ എല്ലാ ഗ്രാവിറ്റിയോടും കൂടി തന്നെ ഈ കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാനും കഴിയും. ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ കേസിൻ്റെ നടപടികൾ നിർത്തിവെച്ചേക്കാവുന്ന ഒരു ശുഭപ്രതീക്ഷയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും എൻ്റെ നിയമത്തിലുള്ള അറിവ് അനുസരിച്ച് ഇങ്ങനൊരു നടപടിക്രമത്തെ ഇൻ്റർഡിക്റ്റ് ചെയ്യുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കഴിയില്ല.
പിന്നെ ഈ അവരുടെ എക്സ്പെക്ടേഷൻ ഒരു പക്ഷേ ഇതായിരിക്കും, ചോദ്യം ചെയ്യലൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പൊളിറ്റിക്കലി വളരെ അസ്റ്റ്യൂട്ട് അല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ചോദ്യം ചെയ്യലിലൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വസ്തുതകളൊക്കെ വെളിപ്പെട്ടു വന്നേക്കാം. എത്ര എംപ്ലോയീസിനെയാണ് ഈ എക്സാലോജിക്ക് എംപ്ലോയീസിനെയാണ് വെച്ചിരുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ കോടിക്കണക്കിന് രൂപയുടെ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ എത്ര ജോലിക്കാരാണ് ഉണ്ടായിരുന്നതെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ദീസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ. അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉള്ളൊരു കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് അക്നോളജ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഫാക്റ്റ് വേറൊരു സോഴ്സ് ആയിരുന്നു. അപ്പം ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയുടെ ഭാഗമായിട്ട് അത് അക്നോളജ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് കൊടുക്കുന്നത് റെക്കോർഡ് ചെയ്യപ്പെടത്തില്ലേ? അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അഡ്മിഷനായിട്ട് അത് മാറത്തില്ലേ? അപ്പോൾ അതൊക്കെ സമയം വാങ്ങാനും ഒരു പക്ഷേ അതിന് തയ്യാറെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലും ഒക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. ഒരു കോടതിക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയുടെ അന്വേഷണം, വെൽ ഫൗണ്ടഡ് ആയിട്ടുള്ള അന്വേഷണത്തിനെ ഇൻ്റർഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ KSIDC പോയതിനെക്കാട്ടിലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രൊസീഡിങ്സ് ആണിത്. കാരണം ഈ അന്വേഷണം KSIDCക്കെതിരെ വന്നിട്ട് ഇതുപോലൊരു റിപ്പോർട്ട് KSIDCക്കെതിരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എക്സാലോജിക്ക് ഗുരുതരമായിട്ടുള്ള വീണ വിജയൻ ഗുരുതരമായിട്ടുള്ള വയലേഷൻസ് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ സമയം മുഴുവൻ എടുത്ത് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് എടുക്കും. അത്ര ഇലാബറേറ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ്, ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്തു എന്നുള്ള ഫൈൻഡിങ്സ് ഒക്കെയാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ KSIDCയുടെ ഹർജി പോലെയല്ല, നിങ്ങൾക്ക് എന്താ ഒളിക്കാനുള്ളതെന്നൊന്നും ചോദിക്കാൻ കഴിയില്ല. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് വളരെ ഗുരുതരമായിട്ടുള്ള പണിഷബിൾ ആയിട്ടുള്ള 10 വർഷം വരെ സെൻറ്റൻസ് കിട്ടാവുന്ന പൊതു താല്പര്യം ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഴിമതിയുടെ സത്യാവസ്ഥകളിലേക്ക് വാതായനങ്ങൾ തുറക്കുവാൻ സാധ്യതകളുള്ള ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു ടിപ്പ് മാത്രമാണ്. ഒരു കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. നമുക്കത് കാത്തിരുന്ന് തന്നെ പൊളിറ്റിക്സ് അല്ലേ, മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ ഏത് വില കൊടുത്തും അത്തരത്തിലുള്ള കോംപ്രമൈസസുകൾക്ക് തയ്യാറാകും. കാരണം ഇവിടെ വലിയ വിലയുള്ള ഒരു സംഭവമാണ്, ഹൈ സ്റ്റേക്ക് വിഷയമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമാണ് SFIO അന്വേഷിക്കുന്നത്. കഥകളെക്കുറിച്ച് പറയുകയുണ്ടായി, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെ. പക്ഷേ ഈ കഥ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. കഥകളുടെ മെറ്റീരിയൽ ബേസിസ് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു ഇൻ്ററിം ഓർഡർ പാസ്സാക്കാനോ തടയാനോ കഴിയില്ല. അത് സെറ്റിൽഡ് ലോ ആണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2022 SFIO വേഴ്സസ് സഹാറ ഹൗസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന കേസിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊന്നും ഹൈക്കോടതി ഇടപെടാൻ പാടില്ല. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഇതിനെ മുളയിലേ നുള്ളുന്ന തരത്തിൽ ഒരു സ്റ്റേ ഉണ്ടാകാൻ പാടില്ല എന്നത് വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ. അതിനകത്ത് ഈ സഹാറ ഹൗസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പിലേക്ക് SFIO അന്വേഷണം തുടങ്ങിയപ്പോൾ ഡൽഹി ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയുണ്ടായി. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് SFIO സുപ്രീം കോടതിയിൽ വരികയുണ്ടായി. അതിനകത്ത് ഉന്നയിക്കപ്പെട്ടിരുന്ന ചാലഞ്ചസ് ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി റെക്കോർഡ് ചെയ്ത ഫൈൻഡിങ്സിൽ ഇവിടെ പ്രസക്തമായ കാര്യം പറയാം. ഒന്ന്, അന്വേഷിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്ന സമയം കഴിഞ്ഞിരുന്നു. 3 മാസമാണ് കൊടുത്തത്, ഇവിടെ 8 മാസം കൊടുത്തിട്ടുണ്ട്. അതിവിടെ ആപ്ലിക്കബിൾ അല്ല. ഇനി അങ്ങനെ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതൊന്നും അന്വേഷണം സ്റ്റേ ചെയ്യാൻ മാത്രം ഗൗരവതരമായിട്ടുള്ള വിഷയമല്ല. 2, ഈ അന്വേഷണം തുടങ്ങുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ റെക്കോർഡ് ചെയ്തത് വിശദമായിട്ട് കാരണങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. SFIOയുടെ അന്വേഷണത്തിന് നിദാനമായിട്ടുള്ള ശക്തമായ ഗ്രൗണ്ട്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കപിൽ സിബലിനെ ആ കണ്ടൻഷൻസ് ഡിസ്റിഗാർഡ് ചെയ്തതിന് ശേഷം, നിരസിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉണ്ടായിരുന്ന ബെഞ്ചിൽ ആ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ സമയത്ത് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള റീസൺസ് ഒന്നും ഇത്രയും വിശദമായിട്ട് ഇങ്ങനൊരു കേസിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഈ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ മതി എന്ന് പറയുമ്പോഴാണ് ഇവിടെ ശ്രീമതി വീണ വിജയൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് എ മൈൻ ഓഫ് മെറ്റീരിയൽസിൻ്റെ ഒരു മൈൻ തന്നെയാണ്, വലിയൊരു സോഴ്സ് തന്നെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കുറവുണ്ടെങ്കിൽ തന്നെയും കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ദിസ് ഇഷ്യൂ ഈസ് വെൽ സെറ്റിൽഡ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2021 നീഹാരിക ഇൻഫ്രാസ്ട്രക്ചർ കേസിൽ എങ്ങനെയൊക്കെ തടയാം, ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊരു 482 പ്രൊസീഡിങ്സ് ആണ്. ഇത് വെറും 226 പ്രൊസീഡിങ്സിലാണ് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം തടയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ
SFIOയുടെ പ്രൊസീഡിങ്സിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് സുപ്രീം കോടതി നിഹാരിയായും കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെൽ സെറ്റിൽഡ് ആണ്, ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആ അപ്പീലും കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള ED ഉൾപ്പെടെയുള്ള ഏജൻസികളും അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് വരാനുള്ള വഴിയായിരിക്കും അവിടെ തുറക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ ഏത് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാലും ഇപ്പം എനിക്ക് പറയാൻ നല്ല ശക്തിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ആ കേസ് പഠിച്ച ഒരാളാണ്. അപ്പോൾ വീണ വിജയനെതിരായിട്ട് ആകെയുള്ളത് വാങ്ങിയ കാശിന് സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 1,72,00,000 മതിയായ സർവീസ് കൊടുത്തില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസും ഒരു സ്ഥാപനത്തിലും ഇപ്പം ഇല്ല. ഏജൻസികൾ അന്വേഷിക്കട്ടെ, അത് ഉത്തരവാദപ്പെട്ട ഏജൻസികളാണല്ലോ അന്വേഷിക്കേണ്ടത് ഈ കാര്യം. ഇതിൽ CMRLന് ഒരു പരാതിയും ഇല്ലല്ലോ, ഇതുവരെ പരാതിയില്ലല്ലോ. ഇനി അഗ്രീവഡായിട്ടുള്ള ആളില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കേസ് കൊടുക്കാലോ, കൊടുക്കട്ടെ. പിന്നെ എന്തിനാണ് വീണ അതിനെതിരെ ഹർജി കൊടുത്തത് കർണാടക ഹൈക്കോടതിയിൽ? പറയട്ടെ എന്ന് പറഞ്ഞു കഴിയട്ടെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഈ പ്രശ്നം വന്ന സമയത്ത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് CMRLനെ പരിപൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തു. അയാൾ കൊടുത്ത കണക്കിൽ ജെന്യൂൻ എക്സ്പെൻഡിച്ചറാണെന്ന് പറഞ്ഞു. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പം അന്വേഷിക്കുന്ന ഏജൻസികൾ ആ സമയത്ത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? ഇനിയിപ്പോൾ അന്വേഷിക്കുന്നു. ആ അന്വേഷിക്കുന്നതിന് ഇവിടെ ആർക്കാ എതിർപ്പ്? ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കമ്പനീസ് ആക്ട് 112 പ്രകാരം ഇത് SFIO അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആ രൂപത്തിലുള്ളൊരു അന്വേഷണം ഇപ്പം വേണ്ടതില്ല. 110 പ്രകാരം കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ടോ അത് മാത്രമേ ഇപ്പം പരിശോധിക്കേണ്ടതുള്ളൂ, മറ്റേത് ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളിയതാണത്. അതിനെതിരായി ഇദ്ദേഹം 112 ഇൻവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊടുത്തു. 110 വേണ്ടത്, 112 പ്രകാരം SFIO അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചോളൂ ഇനി പറയുന്നത്, ഈ മാസം 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ രൂപത്തിലുള്ള ഒരു അന്വേഷണം പെട്ടെന്ന് കോമ്രേഡ് ശ്രീ ബാലൻ പറയുകയുണ്ടായി, ഈ 210 ഉള്ളപ്പം 110 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 212ന്റെ ആവശ്യം എന്താണെന്നൊക്കെ. ലോയിൽ ഇത് വളരെ ക്ലിയർ അല്ലേ? വിത്തൗട്ട് പ്രിജുഡിസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 210. അതായത് 210ക്ക് ഒരു തരത്തിലും ഈ 212ന്റെ ഇൻവെസ്റ്റിഗേഷനെ ഇൻട്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. വിതൗട്ട് പ്രിജുഡിസ് എന്ന് സ്റ്റാറ്റ്യൂട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ CMRLന്റെ പരാതിയില്ല എന്ന് ശ്രീ ബാലൻ ഇവിടെ പറയുകയുണ്ടായി. CMRLന്റെ പരാതി വേണ്ടല്ലോ. ഇവിടെ പൊതുതാൽപര്യ പ്രകാരം കൊടുക്കപ്പെട്ട ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യാവുന്ന കമ്പനീസ് ആക്ട് പറയുന്നുണ്ടെങ്കിൽ CMRL എന്തിനാണ് പരാതി കൊടുക്കുന്നത്? അവരുടെ പരാതി വേണ്ട. കർത്തായെ പിടിച്ച് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ചെകുത്താനും കടലിനും ഇടയ്ക്കാവും.